ഈ $2,00,000 ഷെയർ വിൽക്കുമ്പോൾ $1.8 million ആണ് ജോർജ് ഡൊറോയിറ്റ് എന്നുണ്ടാക്കിയത്. ഇതാണ് അമേരിക്കയിൽ വെഞ്ചർ ക്യാപിറ്റലിസത്തിൻ്റെ തുടക്കം. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിസിനസ് സിംപ്ലിഫൈഡ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണെങ്കിൽ ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ പല ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ സീരീസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഏഞ്ചൽസ് കഴിഞ്ഞു, ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ പറ്റിയിട്ടാണ്. ഇത് അമേരിക്കയിൽ തുടങ്ങിയ ഒരു തത്വമാണ് വെഞ്ചർ ക്യാപിറ്റലിസം. ഇതിനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് 1946 ഹാർവർഡ് ബിസിനസ് സ്കൂളിലെ ഒരു പ്രൊഫസറായിരുന്ന പ്രൊഫസർ ജോർജ് ഡൊറോയിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഹീസ് ഹെയിൽഡ് ആസ് ദ ഫാദർ ഓഫ് വെഞ്ചർ ക്യാപിറ്റലിസം. അപ്പോൾ ജോർജ് ഡൊറോയിറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അമേരിക്കൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി. ഇതിലേക്ക് ആൾ മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു $3.5 million റേസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ മറ്റാൾക്കാരുടെ കയ്യിൽ നിന്ന് ഇയാൾ ഒരു $3.5 million റേസ് ചെയ്തിട്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു ഫണ്ടിനൊരു പർട്ടിക്കുലർ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതായത് വേൾഡ് വാർ II ഡെവലപ്പ് ചെയ്ത ടെക്നോളജി അത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ കമേഴ്ഷ്യലൈസേഷനെ കാശാക്കാൻ വേണ്ടി, അതായത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫണ്ടായിരുന്നു, ഒരു ക്യാപിറ്റൽ ഫണ്ടായിരുന്നു ഈ പറയുന്ന ARDC സ്വരൂപിച്ച $3.5 million. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഈ കാശ് ഇയാൾ പല പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് പല ടെക്നോളജീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ കമ്പനി എക്സ്റേ ടെക്നോളജി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ $3.5 million നിന്നും ജോർജ് ഡൊറോയിറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് $2,00,000 $200,000 ആണ് അങ്ങനെ ഒരു കമ്പനിയിലേക്ക് ഈ ഫണ്ടിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തത്. 1955 പിന്നീട് ആ കമ്പനി പബ്ലിക് ആകുമ്പോൾ ഈ $2,00,000 വിറ്റ് $2,00,000 ഷെയർ വിൽക്കുമ്പോൾ $1.8 million ആണ് ജോർജ് ഡൊറോയിറ്റ് എന്നുണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് അമേരിക്കയിൽ വെഞ്ചർ ക്യാപിറ്റലിസത്തിൻ്റെ തുടക്കം. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസം ഈ വേൾഡ് വാർ II ശേഷം ഭയങ്കരമായിട്ട് ഫേമസ് ആയി. പിന്നീട് ARDCക്ക് ശേഷം കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരികയും കൂടുതൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അത് ലോകമെമ്പാടും ഫേമസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്? ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് പല ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും, അത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടുകളുടെ കയ്യിൽ നിന്ന് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്വരൂപിച്ച് പിന്നെ അതിനെ പ്രൊഫഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളിൽ അതിൽ നിന്നും ഒരു ഹൈ റിസ്ക് ഹൈ റിട്ടേൺ അട്രാക്റ്റീവ്നെസ് ഫോർമുലയിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ബേസിക്കലി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്ന ഒരാളാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വളരെ ഫോർമലായിട്ടുള്ള, വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ്ലി എപ്പോഴും ഇതൊരു മോണിറ്ററി ഫോം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് മണി ആയിട്ടോ അതൊരു മോണിറ്ററി ഐറ്റം ആയിട്ടോ ആവണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ടൈംസ് ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് പറയുന്നത് ബ്രാൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫേമാണ്. എന്നാൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാശായിട്ടല്ല. ബ്രാൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടൈംസ് ഗ്രൂപ്പിൻ്റെ മീഡിയയിലൂടെയാണ്. അതായത് ഒരു ടൈംസ് ഗ്രൂപ്പിൻ്റെ പത്രത്തിലോ റേഡിയോയിലോ അവർക്ക് ഓൾ ഇന്ത്യ നെറ്റ്വർക്കുള്ളൊരു ഫേമാണ്, ഒരു മീഡിയ ഫേമാണ് ടൈംസ് ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ കമ്പനിയിൽ പരസ്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആ പരസ്യത്തിൻ്റെ റേറ്റ് എത്രയാണോ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ്, അതായത് കാശിന് പകരം പരസ്യമായിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റേഷ്യോയും ഒരു ഫോർമുലയും ഈ പറയുന്ന കമ്പനീസായിട്ട് വരും. അപ്പം ഞാനൊരു കമ്പനിയാണ്, എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ അഡ്വർടൈസ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കാശിന് പകരം നമ്മൾ ഈ ടൈംസ് ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് ക്യാപിറ്റലിൽ ചെന്ന് പറയുകയാണ്, നമുക്ക് ഫണ്ടിന് പകരം നിങ്ങൾക്ക് ഞാൻ ഷെയർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വെഞ്ചർ ക്യാപിറ്റൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവരുടെ ആഡ്സ് ആണ് തരുന്നത്. സോ എപ്പോഴും ഒരു മോണിറ്ററി ആസ്പെക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കൂടുതൽ 90% ഒരു ഫണ്ടാണ് വെഞ്ചർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റലിസം ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ
അവരുടെ പ്രോസസ്സും വളരെ ഫോർമലാണ്. അതായത് അവരൊരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇൻവിറ്റേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് സ്വീകരിക്കും. അത് വളരെ ഡീപ്പായിട്ടും വളരെ ഡിലിജൻ്റായിട്ടും ആയിരിക്കും അതിനെ സ്റ്റഡി ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബിസിനസ് പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു പിച്ചിങ് ഉണ്ടാവും, ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സ് ഉണ്ടാവും. ഇങ്ങനെ വളരെ സ്ട്രക്ചേർഡും വളരെ ഫോർമലുമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പൊതുവെ സ്വീകരിക്കുന്നത്. ഇതൊരു പ്രൊഫഷണലി മാനേജ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യുന്ന ആ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോ ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ മേഖലയിലുമായിരിക്കാം. അപ്പോൾ ചില ഫണ്ടുകൾ ഹെൽത്ത് കെയറിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും, ചിലത് എഡ്യൂടെക്കിലാവാം, ചിലത് ഇൻഫ്രാസ്ട്രക്ചറിലാവാം. അങ്ങനെ ഓരോ ഫണ്ടുകളും സ്പെഷ്യലൈസ് ചെയ്യുന്ന, ഓരോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓരോ ഏരിയാസ് ഉണ്ടാവാം. അത് അവരവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാറുകയും ചെയ്യും. ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ ടിക്കറ്റ് സൈസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് എക്വിറ്റി ഫണ്ടുകളെ പോലെ വളരെ വലിയ ഫണ്ടുകളല്ല. ഇവർക്കൊരു ചെറിയ ഫണ്ടാണുള്ളത്. അതുകൊണ്ട് വളരെ ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റും വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു സ്റ്റേജിലുമായിരിക്കും ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് യൂഷ്വലി 4 to 6 years ആണ്. ചിലപ്പോൾ 10 വർഷം വരെ പോകും. അതൊക്കെ വളരെ കൂടുതലാണ്. ഒരു 4 to 6 years റേഞ്ചാണ് ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഇവർ കാശ് നിക്ഷേപിച്ചതിന് ശേഷം എത്ര കാലഘട്ടത്തിന് ശേഷമാണ് ഇവർ അതിൽ നിന്നും എക്സിറ്റ് ആവുന്നത്. എക്സിറ്റ് ആവുന്നതിന് 2-3 വഴികളുണ്ട്. ഒന്നെങ്കിൽ ഇവർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു മെർജറോ ഒരു അക്വിസിഷനോ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ കൊണ്ടുവരാം. മറ്റേതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സോ ഇതിനെ അക്വയർ ചെയ്യുന്നതോ മെർജ് ചെയ്യുന്നതോയിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിന്നെ ഒരു IPOയിലേക്ക് എത്തിക്കുന്നതാവാം ഇവരുടെ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി. അല്ലെങ്കിൽ ചില സമയത്ത് ഈ ബിസിനസ്സുകൾ തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ എക്സിറ്റ് ചെയ്യാനായിട്ട് അവർ ഷെയർസ് ബൈബാക്കും ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു എക്സിറ്റ് ആയിരിക്കും ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ വളരെ ഇൻഡെപ്ത് ആയിട്ടായിരിക്കും ഇവരൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതായത് ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് മോഡൽ, ഓൺട്രപ്രണേഴ്സ്, അവരുടെ ഹിസ്റ്ററി, ഈ ബിസിനസ്സിൻ്റെ ഹിസ്റ്ററി, മാർക്കറ്റ് സൈസ്, ട്രെൻഡിങ് ആയിട്ടുള്ള ബിസിനസ് ആണോ, സ്കെയിലബിലിറ്റി, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ നമ്പേഴ്സ്, ഈ ബിസിനസ്സിനെ റൺ ചെയ്യുന്ന എന്തൊക്കെ മെട്രിക്സ് ആണ് ഇതിനെ റൺ ചെയ്യുന്നത്, ആ നമ്പേഴ്സിനെ കൂടെ വെരിഫൈ ചെയ്ത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷന് ശേഷമായിരിക്കും ഇവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തതിന് ശേഷം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി എന്താണ്? ഒറ്റയടിക്കൊരു ബിഗ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൊതുവെ ഏതൊരു ഇൻവെസ്റ്ററും മടിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനീഷ്യലി ഇവർ ഏതെങ്കിലും മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ടൈം ലൈനും ഒരു മൈൽ സ്റ്റോണും സെറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻച്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഒരു $10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു 4 ഒരു 2 ലക്ഷം, 3 ലക്ഷം, പിന്നെ ഒരു 2, പിന്നെ ഒരു 3, അങ്ങനെ ഒരു 4 ഭാഗങ്ങളായിട്ട് 4 ട്രാൻഷേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 കാലഘട്ടത്തിലായിട്ട് പ്രീ ഡിറ്റർമിൻഡ് ഷെഡ്യൂൾ അനുസരിച്ച് ആയിരിക്കാം ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൂടുതലും ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ട്രാൻഷേ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആരാണ്, അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചു, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഏകദേശം നമ്മൾ ഒരു ധാരണയിലൂടെ പോയി. അപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സോഫാർ 3 Fs കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂഡ്സ് എന്ന ഇൻവെസ്റ്റേഴ്സ് കവർ ചെയ്തു, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് കവർ ചെയ്തു, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും കവർ ചെയ്തു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൈവറ്റ് എക്വിറ്റി എന്താണ്, പ്രൈവറ്റ് എക്വിറ്റി ഫണ്ട് എന്താണ്, പ്രൈവറ്റ് എക്വിറ്റി മാനേജേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫാർ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ കമൻസിൽ ആഡ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻസിൽ ആഡ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ ട്യൂണിങ് ഇൻ. Please like, share and subscribe.